പേരാവൂരിൽ കെ ശൈലജയും KPCC അധ്യക്ഷനും നേർക്കുനേർ വരുമ്പോൾ മത്സരം കടുക്കുമോ എന്നുള്ളതാണ് ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചോദ്യം. നമുക്കിപ്പം പിയാസുൽ കൂടി ചേരുന്നു, ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പിയാസുൽ, ഗുഡ് ഈവനിങ്. പിയാസുൽ, കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ 60,693 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയാണ് കെ ശൈലജ ടീച്ചർ നിയമസഭയിലേക്ക് എത്തുന്നത്. ഇത്തവണ പേരാവൂരിലേക്ക് പോകുന്നു. 10 വർഷമായി അവിടെയുള്ളത് സണ്ണി വക്കീലാണ്. KPCC അധ്യക്ഷനെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് കെ ശൈലജ ഏറ്റെടുക്കാൻ പോകുന്നത്. മത്സരം കടുക്കുമോ? ഉറപ്പായും മത്സരം കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം UDF മണ്ഡലമാണ്. അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ UDFന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. 2001 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡല പുനർനിർണയം പൂർത്തിയാക്കിയെങ്കിലും 2008 അത് നിലവിൽ വരുന്നത്. അപ്പോൾ ആ മണ്ഡല പുനർനിർണയം നടക്കുന്നതിന് മുൻപ്, അത് നിലവിൽ വരുന്നതിന് മുൻപ് നടന്ന 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കെ ശൈലജ പേരാവൂരിൽ നിന്ന് വിജയിക്കുന്നത്. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ നോക്കിയാൽ അവിടെ കോൺഗ്രസും UDFും ഒക്കെയാണ് വിജയിച്ചിട്ടുള്ളത് അധികം. അതിനുശേഷം പിന്നീട് 2011 മുതൽ സണ്ണി ജോസഫാണ് വിജയിക്കുന്നത്. 2011 സണ്ണി ജോസഫിനോട് ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ പരാജയപ്പെടുന്നത്. അന്ന് 2011 സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ട കെ ശൈലജയല്ല 2026 ഇനി സണ്ണി ജോസഫിനെ പേരാവൂരിൽ നേരിടാൻ പോകുന്നത്. അതേപോലെ തന്നെ 2011 കെ ശൈലജയെ പരാജയപ്പെടുത്തിയ സണ്ണി ജോസഫല്ല 2026 കെ ശൈലജയെയും നേരിടാൻ പോകുന്നത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മുഖങ്ങളാണ്. കെ ശൈലജ എന്ന് പറയുന്നത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല ലോകമറിയുന്ന ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു. കോവിഡ് കാലത്തൊക്കെ തന്നെ കെ ശൈലജ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് തന്നെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യവുമാണ്. സണ്ണി ജോസഫ് ആണെങ്കിൽ KPCCയുടെ അധ്യക്ഷനാണ്. അപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനെയാണ് കെ ശൈലജ നേരിടാൻ പോകുന്നതെന്ന് പറയുന്നത്. പാർട്ടി അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ, CPIMന്റെ അന്തിമ തീരുമാനം അങ്ങനെ വരികയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ CPIM പേരാവൂരിൽ രംഗത്തിറക്കുന്നുവെന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3172 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് സണ്ണി ജോസഫിന് പേരാവൂരിൽ കിട്ടുന്നത്. UDFന്റെ ഉറച്ച മണ്ഡലമായിട്ട് പോലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല മേൽക്കൈ പേരാവൂരിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പേരാവൂർ ഒരുപക്ഷെ LDFന് അനുകൂലമായി വരാനുള്ള സാധ്യത CPIMും LDFും കണക്കാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മട്ടന്നൂരിൽ ഈ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ 60,000-ലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ ശൈലജയെ പേരാവൂരിലേക്ക് കൊണ്ടുവന്ന് സണ്ണി ജോസഫിനെതിരെ നിർത്താനുള്ള CPIMന്റെ തീരുമാനം എന്ന് പറയുന്നത് അതൊരു ഒതുക്കലായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം CPIM പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഒതുക്കൽ എന്നതിനപ്പുറത്തേക്ക് ഓരോ സ്ഥാനാർത്ഥികളെ നോക്കി ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നൊരു ശൈലിയാണ് CPIMന്റേത്. ഇപ്പോൾ മട്ടന്നൂരാണെങ്കിലും അതുപോലെ തന്നെ ധർമ്മടത്താണെങ്കിലും അതുപോലെ കൂത്തുപറമ്പിലോ അല്ലെങ്കിൽ കല്യാശ്ശേരിയിലോ ഒക്കെ ആണെങ്കിൽ ഏത് CPM ചിഹ്നത്തിനാണ് വോട്ട്. അവിടെ CPIMന്റെ ആര് നിന്നാലും മത്സരിക്കും. അവിടെ ഒരു ശക്തയായ അല്ലെങ്കിൽ ശക്തരായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് തന്നെയില്ല. അവിടെ CPIMന്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കും. പക്ഷെ പേരാവൂരിൽ അങ്ങനെയല്ല. പേരാവൂരിൽ അതൊരു UDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 30-35% കുടിയേറ്റ കർഷകരുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരാവൂരിൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടുത്തെ കളം മാറ്റം ഉണ്ടാകാം എന്ന് CPIM പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. കാരണം അവിടെ അത്തരത്തിലൊരു ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ 3172 എന്നൊരു ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. സണ്ണി ജോസഫിന് ഒരുപക്ഷെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് അനുകൂലമാക്കാൻ കഴിയും. അവിടെ ഈ മലയോര ഹൈവേ ഒക്കെ തന്നെ വലിയ നേട്ടമായി സണ്ണി ജോസഫ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോഴും ഈ പേരാവൂർ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗ ശല്യം പോലുള്ള വലിയ വിഷയങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുണ്ട്. ഈ ആറളം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വാർത്തകളിൽ നിറഞ്ഞെടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ ഒരുപാട് മനുഷ്യർ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ആറളത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ജനകീയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ മണ്ഡലം. ഏതായാലും മണ്ഡലത്തിൽ തീപാറുന്ന മത്സരമായിരിക്കും ഈ രണ്ട് സ്ഥാനാർത്ഥികളാണെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, നമ്മൾ ഇതിന്റെ ഒരു പഞ്ചായത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പേരാവൂർ, അതുപോലെ തന്നെ കേളകം, കൊട്ടിയൂര്, കണിച്ചാറ്,
അതുപോലെ ഉള്ള മണ്ഡലങ്ങളൊക്കെ നോക്കിയാൽ UDF-നാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു കേളകം, അതുപോലെ കണിച്ചാർ തുടങ്ങിയ പഞ്ചായത്തുകൾ LDF-ന് കിട്ടിയ പഞ്ചായത്തുകളായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം UDF പിടിച്ചിട്ടുണ്ട്. ഇരിട്ടി ഗ്രാമപഞ്ചായത്ത്, ഇരിട്ടി നഗരസഭ LDF-ന് കിട്ടിയിട്ടുണ്ട്, പേരാവൂർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മയ്യങ്കുന്ന്, ഒരു മുഴക്കുന്ന്, അങ്ങനെ ഒരു പഞ്ചായത്ത് കൂടി LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പഞ്ചായത്തുകളും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടാണ് പോയത്. ഏതായാലും അങ്ങനെ UDF-ന് അനുകൂലമായി നിൽക്കുമ്പോഴും അവിടെ LDF-ന് കൃത്യമായൊരു കോർ വോട്ടുണ്ട്. ആ കോർ വോട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ശക്തിയായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് മറികടക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ LDF വെച്ച് പുലർത്തുകയാണ്. ഏതായാലും സണ്ണി ജോസഫിനെ സംബന്ധിച്ച് സണ്ണി ജോസഫ് എന്ന് പറയുന്നത് ഈസിയായി വിജയിക്കാൻ കഴിയും, ആര് വന്നാലും വിജയിക്കുമെന്നാണ്. ശരിയാണ്, സണ്ണി ജോസഫ് ഏറ്റവും പോപ്പുലറായ ഒരു നേതാവാണ് ഈ പേരാവൂർ മണ്ഡലത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. 2011 അത് ഞാൻ പറഞ്ഞു, 2011 മത്സരിച്ച സണ്ണി ജോസഫ് അല്ല 2026 എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരാവൂർ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും നേരിട്ട് പരിചയമുള്ള, അവിടുത്തെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകളെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് സണ്ണി ജോസഫ്. അപ്പോൾ ആ അർത്ഥത്തിൽ അത്രയും പോപ്പുലറായ ഒരു നേതാവാണ് സണ്ണി ജോസഫ്. അതിനപ്പുറത്ത് KK ശൈലജ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ്. പ്രത്യേകിച്ച് പ്രശസ്തയായ ഒരു പൊളിറ്റിക്കലി കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ മത്സരമായിരിക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഈ പേരാവൂര് ഈ സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ മത്സരം എന്നുള്ളത്. ഏതായാലും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം CPIM എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട് KK ശൈലജയുടെ കാര്യത്തിൽ. പക്ഷേ ഇത് ഒരു ഒതുക്കലായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ പേരാവൂരിൽ സണ്ണി ജോസഫിനെ കൊണ്ട് മുന്നിൽ എതിർക്കാനായി നിർത്താനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ കാണേണ്ട ഒരു കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നഷ്ടമായാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി CPIM-ഉം ഇടതുപക്ഷവും മാറാൻ പോവുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത്തവണ പരമാവധി സീറ്റുകൾ ഉറപ്പാക്കുക എന്നതാണ്. അപ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുക. അത് ഇപ്പോൾ സണ്ണി ജോസഫ് ആയതുകൊണ്ട് സണ്ണി ജോസഫിനെ വിജയിക്കാൻ വിടുക എന്നുള്ളതല്ലല്ലോ. അവിടെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാം. നമുക്കറിയാം UDF ഒക്കെ പാലക്കാട് ഇപ്പോൾ രമേശ് പിഷാരടിയെ പോലുള്ള സിനിമാ നടന്മാരെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പാലക്കാട് അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള കാര്യത്തിലൊക്കെ UDF-നും കോൺഗ്രസിനൊക്കെ തന്നെ വലിയ ആശങ്കയാണ്. കാരണം വലിയ നാണക്കേടാണ് ആ മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസും UDF-ഉം ഒക്കെ തന്നെ നേരിടുന്നത്. അവിടെ രമേശ് പിഷാരടിയെ കൊണ്ടുവന്ന് ഒരു ഡാമേജ് കൺട്രോൾ നടത്താനുള്ള ഒരു നീക്കമാണ് ഏതായാലും ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ആ UDF ആണ് ഇപ്പോൾ പേരാവൂരിൽ KK ശൈലജ വരുമ്പോൾ ശൈലജയെ ഒതുക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ CPM-നെ സംബന്ധിച്ച് CPM പേരാവൂരിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ, നന്നായി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ പേരാവൂർ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും UDF-ന് അനുകൂലമുണ്ടെങ്കിൽ പോലും അവിടെ വലിയ പ്രതീക്ഷയോടെ KK ശൈലജയെ മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. Meet the editors.